നമസ്കാരം. പശ്ചിമേഷ്യയിലെ യുദ്ധത്തിന്റെ തീ കെടുത്താനായി പ്രഖ്യാപിച്ച സീസ് ഫയർ ഇപ്പോൾ ഒരു പുതിയ സമയപരിധിയുടെ അടിയന്തര സമ്മർദ്ദത്തിലേക്ക് നീങ്ങുകയാണ്. ഒരു വശത്ത് സമാധാനത്തിന്റെ വാഗ്ദാനങ്ങൾ, മറുവശത്ത് വീണ്ടും യുദ്ധത്തിലേക്ക് വഴിമാറാമെന്ന ഭീഷണി. ഈ രണ്ട് യാഥാർത്ഥ്യത്തിനിടയിൽ ലോകം ശ്വാസം മുട്ടി നോക്കി നിൽക്കുകയാണ്. കരാറുടൻ ഉണ്ടാകണം, ഇല്ലെങ്കിൽ വീണ്ടും ബോംബിംഗ് ആരംഭിക്കേണ്ടി വരുമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ കടുത്ത മുന്നറിയിപ്പ് സമാധാന ചർച്ചകളുടെ മുകളിൽ തൂങ്ങിയിരിക്കുന്ന വാൾ പോലെയാണ്. ബുധനാഴ്ചയ്ക്കുള്ളിൽ കരാറിൽ എത്തിയില്ല എങ്കിൽ സൈനിക നടപടികളിലേക്ക് മടങ്ങുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. വെടിനിർത്തൽ ചർച്ചകൾ പ്രതിസന്ധിയിലായിരിക്കുന്ന സാഹചര്യത്തിൽ ട്രംപിന്റെ ഭീഷണി ഗൾഫ് മേഖലയിൽ വീണ്ടും യുദ്ധഭീതി ഉയർത്തിയിരിക്കുകയാണ്. വെടിനിർത്തൽ നീട്ടുന്ന കാര്യത്തിൽ തനിക്ക് ഉറപ്പില്ല എന്നും, എന്നാൽ ഇറാനിലെ തുറമുഖങ്ങൾക്കു മേലുള്ള നാവിക ഉപരോധം തുടരുമെന്നും ട്രംപ് വ്യക്തമാക്കി. ഒരുപക്ഷെ ഞാൻ വെടിനിർത്തൽ നീട്ടില്ല, പക്ഷേ ഉപരോധം നിലനിൽക്കും. അതിനാൽ നിർഭാഗ്യവശാൽ ഞങ്ങൾക്ക് വീണ്ടും ബോംബുകൾ വർഷിക്കേണ്ടി വരുമെന്നാണ് ട്രംപ് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത്. ഏപ്രിൽ പകുതി മുതൽ ഇറാനിലെ തുറമുഖങ്ങളിലേക്കുള്ള കപ്പൽ ഗതാഗതം US നാവികസേന തടയുന്നുണ്ട്. ഇറാൻ ഈ നടപടിയെ നിയമവിരുദ്ധമെന്നും പ്രകോപനപരമെന്നും വിളിച്ച് അപലപിച്ചിരുന്നു. ഉപരോധം തുടർന്നാൽ ലോകത്തെ ഊർജ്ജ വിതരണത്തിന്റെ നിർണായക പാതയായ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം തടയുമെന്ന് ഇറാനും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ലോകത്തെ എണ്ണയുടെയും ദ്രവീകൃത പ്രകൃതിവാതകത്തിന്റെയും 20% കടന്നു പോകുന്നത് ഈ പാതയിലൂടെയാണ്.